എൻ്റെ കുഞ്ഞനിയൻ്റെ 6th ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഞാനിതിൽ പറയുന്നത്. വിലിങ്ങിനൊന്നുമില്ല, ഇത് കുഞ്ഞതായിട്ട് കേക്ക് മുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ബർത്ത്ഡേൻ്റെ 1 വീക്ക് മുന്നേ അവൻ്റെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. 2-3 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോഴേക്ക് പുറത്ത് നല്ല മഴയായത് കാരണം ഞങ്ങൾ വീടിൻ്റെ മേലെ തന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. കൂട്ടത്തിൽ ഞാൻ എൻ്റെ എടുത്തു കേട്ടോ കുറച്ച് ഫോട്ടോസ്. അത് കഴിഞ്ഞ് ഇവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ കുട്ടികൾക്ക് പെൻസില്, ഇറേസർ, ഷാർപ്നർ അങ്ങനെ ആക്കി ഒരു പാക്ക് ആക്കിയിട്ട് ഇവർ കൊടുക്കും. അപ്പോൾ ഞാനും അനിയനും പിന്നെ മാമി പിന്നെ അമ്മ ഞങ്ങളെല്ലാം എത്തി. ഞങ്ങളിത് പാക്ക് ചെയ്തു, ഓരോരോ പാക്കാക്കി. ഒരു പാക്കിൽ 2 പെൻസില്, ഇറേസർ, പിന്നെ ഷാർപ്നർ അങ്ങനെയൊക്കെ വെച്ച് ഒരു കുഞ്ഞു പാക്കറ്റ് ആക്കിയിട്ട് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാക്കി. ഓനെന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ പാക്കിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 34 കുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് വെച്ചു. ശരിക്കും ഡിഫറെൻറ്റ് കളർ പെൻസിലും ഇതൊക്കെ അതിൽ വെച്ച് അതിൻ്റെ അകത്ത് തന്നെ ചോക്ലേറ്റ് ഇട്ട് കാണുമ്പോൾ നമുക്കെന്നെ കാണാൻ ആ ഒരു പാക്കിനോട് അട്രാക്ഷനായിട്ട് തോന്നും. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ എണ്ണി കറക്റ്റായിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ പാക്കിങ്ങെല്ലാം റെഡി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത് ബർത്ത്ഡേൻ്റെ 1 വീക്ക് മുന്നേ ആണ് നമ്മൾ സെറ്റപ്പ് ആക്കിയത്. ഇത് അവൻ്റെ ബർത്ത്ഡേ അന്ന് ഈവനിങ് ആണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാനിതൊക്കെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആകുമ്പോൾ സ്കൂൾ വിട്ടവൻ തിരിച്ച് വരും. ആ ടൈം ആകുമ്പോൾ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേരെ വീട്ടിലേക്ക്. അവിടെ ഞാൻ എത്തുമ്പോഴേക്കും കുഞ്ഞെത്തിയിട്ടുണ്ടായിനി. പിന്നെ അതുപോലെ തന്നെ മാമി അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇവനെന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ പോകുന്ന സന്തോഷം. അവൻ പറയും ഓൻ്റെ വലിയ ഹാപ്പിയസ്റ്റ് ഡേ ആണ് ഇവൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന്. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, ഒരു ബർത്ത്ഡേ കഴിഞ്ഞ് അടുത്ത ബർത്ത്ഡേക്ക് നമ്മളിപ്പോഴേ കലണ്ടറൊക്കെ മാർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതുപോലെ കുഞ്ഞ് ഈ ടൈം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വന്ന് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നമ്മൾ നിൽക്കലായി. ഞാൻ കേക്ക് അവിടെ എടുത്ത് വെച്ച് കൊടുത്തു. എല്ലാം അവൻ കട്ട് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കേക്ക് കട്ട് ചെയ്യുന്നല്ലോ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്തു. അവൻ്റെ ഡ്രസ്സിൻ്റെ തീമിലാണ് നമ്മൾ കേക്ക് ആക്കാൻ പറഞ്ഞത്. ബ്രൗണും പിന്നെ വൈറ്റും ആയിട്ടുള്ളത്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് യൂഷ്വലി നമ്മളുടെ നോർമലി ഉണ്ടാകുന്ന ചടങ്ങ് എന്താ, കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വായിലിട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു സംഭവം ഓരോരാളായിട്ട് വന്ന് വായിലിട്ട് കൊടുത്തു. ആകെ നമ്മൾ കുറച്ച് പേരെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. മാമി, ഞാൻ, അമ്മമ്മ പിന്നെ മാമിയുടെ അച്ഛനും. പിന്നെ ഉണ്ടായ കേക്ക് മുറിച്ച് ഞങ്ങൾക്കൊക്കെ തന്നു. അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുകൊടുത്തു. അപ്പോൾ അമ്മ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് അവന് സന്തോഷമായി. ഓൻ അത് വാങ്ങി അപ്പം തന്നെ ഇങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുവാണ്. അതിലെന്തില്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റിൽ. അത് ഓൾറെഡി ഇത് പൊട്ടിക്കുമ്പോഴേ ഓരോരോ പ്രഡിക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാക്ക് കാണുമ്പോൾ അവൻ പറഞ്ഞു ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഡ്രസ്സൊക്കെ കണ്ട് അങ്ങനെ നോക്കി അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ കുളിച്ച് റെഡിയായി വന്ന് TV നോക്കാനിരുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവനെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒപ്പിച്ചു. ജസ്റ്റ് ഞാൻ വരുന്ന വഴിയിൽ ഓർത്തതാണ്, അതുവരെ ഞാൻ അത്ര ഓർത്തിട്ടില്ല. അങ്ങനെ ഒന്ന് വാങ്ങി അവിടുന്ന് ജസ്റ്റ് ഇവിടെ വന്ന് വേഗം ഒന്ന് ചുറ്റിപ്പൊതിഞ്ഞ് വെച്ചതാണ്. എനിക്ക് നല്ല വാങ്ങി പാക്കാക്കാൻ വരെ ടൈം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് ഇതാക്കിയല്ലേ. അവന് ശരിക്കും ഹാപ്പിയായി അങ്ങോട്ട് ഓടി എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ആക്ച്വലി മറ്റേ ഗിഫ്റ്റിനേക്കാളും ഇതാ ഇഷ്ടപ്പെട്ടത്. എന്താ വെച്ചാൽ ചോക്ലേറ്റ്സാണ് ഞാൻ കൊടുത്തല്ലോ. പിന്നെ അവൻ്റെ കൂടെ ഞാനും അമ്മയും ലൂഡോ കളിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ബൈ.